ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ഡിറ്റർമൈൻഡ്. ഓക്കെ, അതായത് എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയുടെ ഡിമാൻഡും സപ്ലൈക്കും അനുസരിച്ചാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതുകൂടാതെ മറ്റു ചില ഫാക്ടേഴ്സും എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഹൗ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ഡിറ്റർമൈൻഡ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് നമുക്ക് 3 ടൈപ്പ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ് ഉള്ളത്. ഓക്കെ, ഫിക്സ്ഡ്, ഫ്ലോട്ടിങ്, മാനേജ്ഡ് ഫ്ലോട്ടിങ്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനനുസരിച്ച് എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് ആദ്യം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ കണ്ടീഷൻ നോക്കാം. അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ചിനെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇൻ ദി സിസ്റ്റം എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്. അതായത് മാർക്കറ്റ് ഫോഴ്സുകളാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പ്രകാരം എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ഫോഴ്സ് ഒക്കെയാണ് ഏതൊക്കെയാണ് ഡിമാൻഡും സപ്ലൈയും. ഫോറിൻ കറൻസിക്ക് എത്ര ഡിമാൻഡ് വരുന്നു, എത്ര സപ്ലൈ ഉണ്ടാവുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി, ഈ ഫോറിൻ കറൻസിക്ക് ഡിമാൻഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച്. ഉദാഹരണത്തിന് $, ഇന്ത്യയിൽ $ന്റെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാരണങ്ങളായിരിക്കും? ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഒരുപാട് യിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ $ന്റെ ഡിമാൻഡ് കൂടും. ഫോറിൻ ട്രാവൽ, ഒരുപാട് ആൾക്കാർ ഫോറിനിലേക്ക്, അതായത് യുഎസിനെ ബേസ് ചെയ്താണ് പറയുന്നത് കേട്ടോ. യുഎസിലേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ യുഎസ് ഡോളറിലല്ലേ നമ്മൾ അവിടെ പേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ $, മേടിക്കേണ്ടി വരും. അതിൻ്റെ ഡിമാൻഡ് കൂടും. ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ്, അതായത് യുഎസിൽ നമ്മൾ ഇന്ത്യക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ അടുത്ത പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, ഡിവിഡൻസ്, ഇതൊക്കെ അവരിൽ നിന്ന് നമ്മൾ പണം എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അവരുടെ ഇതിലാണ് പേ ചെയ്യുന്നത്, അവരുടെ ഡോളറിലാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി കൂട്ടുന്ന കാര്യങ്ങളാണ്. അതായത് വെൻ ഡിമാൻഡ് ഫോർ ഡോളർ ഇൻക്രീസസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $ന്റെ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് പ്രൈസ് ഓഫ് ഡോളർ ഇൻക്രീസസ്, അതായത് ആ ഡോളറിന്റെ വിലയും കൂടും. ഇപ്പം $1 മേടിക്കുന്നതിന് ഇപ്പോൾ 88 രൂപയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് $1 90 രൂപയായിട്ട് മാറും. ഓക്കെ, അപ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് കറൻസി അവിടെ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഫോറിൻ കറൻസിയുടെ സപ്ലൈക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. അതായത് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റൈസസ് ഡ്യൂ ടു എങ്ങനെയാണ് എക്സ്പോർട്ട്. നേരത്തെ ഇമ്പോർട്ട് വരുമ്പോഴത്തേക്ക് $ന്റെ ഡിമാൻഡ് കൂടുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ $, പേ ചെയ്തിട്ടാണ് മേടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അവർ $, സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോസ്, അതായത് ഒരു വിദേശ നിക്ഷേപം യുഎസിൽ നിന്ന് ഒരു വ്യക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI നടത്തി കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് $, കൂടുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക്. ഓക്കെ, പിന്നീട് വരുന്നത് റെമിറ്റൻസസ്, അതായത് $, അപ്പോൾ യുഎസിൽ നിന്ന് സിറ്റിസൺസോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇന്ത്യയിലേക്ക് പണം റെമിറ്റ് ചെയ്യുകയാണ്, ഇന്ത്യയിലേക്ക് പണം അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? നമ്മുടെ ഇന്ത്യൻ കറൻസി അവർക്ക് മേടിച്ചേ പറ്റും. അപ്പോഴത്തേക്ക് അവരുടെ $, സപ്ലൈ ചെയ്തിട്ടാണ് ഇന്ത്യൻ കറൻസി മേടിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ സപ്ലൈക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ വെൻ സപ്ലൈ ഓഫ് ഡോളർ ഇൻക്രീസസ്, അതായത് ഡോളറിന്റെ സപ്ലൈ കൂടുമ്പോഴത്തേക്ക് ദ പ്രൈസ് ഓഫ് ഡോളർ ഫാൾസ്. ഇങ്ങനെ സപ്ലൈ കൂടുമ്പോഴത്തേക്ക് എന്താണ് ആ $ന്റെ വില കുറയുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് ഇന്ത്യൻ റുപ്പി പേ ചെയ്തിട്ട്, ഇപ്പം നേരത്തെ 90 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കുറച്ച് കൊടുത്താൽ മതി. അതായത് ഒരു 88, 86 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മേടിക്കാം? $1 മേടിക്കാം. ഇതിനെ ഡൊമസ്റ്റിക് കറൻസി അപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവുന്നത്? ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് വെയർ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി. ഞാൻ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസിയും സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിയും ഈക്വൽ ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുകയാണ്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ദ മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഈ പോയിന്റിൽ അതായത് $, ഇന്ത്യൻ റുപ്പി ആ മാർക്കറ്റ് നടന്ന് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. സപ്ലൈയും എത്ര ആവശ്യക്കാരുണ്ടോ അത്രയും എത്ര ഡിമാൻഡ് ഉണ്ടോ അത്രയും സപ്ലൈ ഉണ്ട് എന്നൊരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്.
ഇനി നമുക്ക് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലെ കാര്യം നോക്കാം. അണ്ടർ എ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അതായത് ഇൻ എ ഫിക്സ്ഡ് സിസ്റ്റം ദ ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക് ഫിക്സസ് ദ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഗവൺമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആണ് ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലെ കാര്യം തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, RBI ആണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മാനേജ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്ത് നിർത്തുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നേരത്തെ ഡിമാൻഡും സപ്ലൈയും പറഞ്ഞില്ലേ. ഇപ്പൊ ഡിമാൻഡ് ഫോർ ഡോളർ ഇൻക്രീസസ്. ഏതൊക്കെയാണ് ഡിമാൻഡ് ഫോർ ഡോളർ? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലോ, അങ്ങോട്ട് നമ്മൾ ഇന്ത്യക്കാർ അങ്ങോട്ട് അവിടെ US ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ US ഡോളറിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയി മേടിക്കണ്ടേ? അതിന് പകരം RBI നമ്മൾ തന്നാൽ പോരെ? മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഒരു പരിധി വരെ കൂടാതെ പിന്നെ തടഞ്ഞു നിർത്താൻ കഴിയും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ RBI സെൽസ് ഡോളേഴ്സ് ടു മെയിൻറ്റെയിൻ ദ റേറ്റ്. മനസ്സിലായോ? ആ സമയത്ത് ഡിമാൻഡ് ഫോർ US ഡോളർ കൂടുമ്പോഴത്തേക്ക് RBI അതായത് ഈ സിറ്റുവേഷനിൽ RBIയുടെ കയ്യിൽ എന്ത് വേണം? ഒരുപാട് US ഡോളറിന്റെ റിസർവ് വേണം. എന്നാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ കേട്ടോ. അത് സെല്ല് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നേരെ മറിച്ച് സപ്ലൈ ഓഫ് US ഡോളർ ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിലോ, ഒരുപാട് സപ്ലൈ നടക്കുകയാണെന്നുണ്ടെങ്കിൽ RBI അത് മേടിക്കും. അത് മേടിച്ചിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. ഓക്കെ, അതായത് RBI ബൈസ് ഡോളർ ടു മെയിൻറ്റെയിൻ ദ റേറ്റ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് RBI എക്സ്ചേഞ്ച് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ദിസ് സിസ്റ്റം റിക്വയർസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഈ സിസ്റ്റത്തിന് ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് RBIയുടെ പക്കലുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അടുത്തെന്ന് പറയുന്നത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റമാണ്. അതായത് ഡേർട്ടി ഫ്ലോട്ട് എന്നും ഈ സിസ്റ്റത്തിനെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരുപാട് രാജ്യങ്ങൾ ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഇന്ത്യയൊക്കെ അതാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതായത് മെനി കൺട്രീസ് ഫോളോ എ സിസ്റ്റം ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഓക്കെ, അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഫോളോസ് എ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം വെയർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്റർവൈൻസ് ഓൺലി വെൻ ദർ ഈസ് എക്സസീവ് വോളറ്റാലിറ്റി. ഒരുപാട് വോളറ്റൈൽ ആയിരുന്നു. ഇപ്പം US ഡോളർ അഗെയിൻസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് ഒരുപാട് വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 100 രൂപയൊക്കെ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്ത്യ അത് സെല്ല് ചെയ്ത് US ഡോളർ സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അപ്പം ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന സിസ്റ്റത്തിനെയാണ് മാനേജ്ഡ് ഫ്ലോട്ട് അഥവാ ഡേർട്ടി ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടറിൽ നിന്നും മറ്റ് ചില ഘടകങ്ങളും എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്നുണ്ട്. അത് ഒന്നാമത്താണ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഇമ്പോർട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ട് വരുമ്പോഴത്തേക്ക് വിദേശ നാണ്യങ്ങളുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എന്താണ് ഫാക്ടറാണ്. അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ വിദേശ നിക്ഷേപങ്ങളെ അട്രാക്ട് ചെയ്യും. അപ്പം ഫോറിൻ കറൻസി ഇന്ത്യൻ ബാങ്കിൽ നിക്ഷേപിക്കപ്പെടും. ഓക്കെ, അപ്പോഴത്തേക്ക് അപ്പം ആ ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ബാങ്ക് കൊണ്ടിടാൻ വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, അപ്പം ഇത് പിന്നെ സ്പെക്കുലേഷൻ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, പിന്നെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക്, ഗവൺമെൻറ് പോളിസി വരുമ്പോഴത്തേക്ക്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും എന്തുണ്ടാവാം? എക്സ്ചേഞ്ച് റേറ്റിന് വേരിയേഷൻസ് ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ ഡിമാൻഡ് സപ്ലൈ ഫാക്ടർ കൂടാതെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ. ഓക്കെ, അതായത് ഒരു കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരു കറൻസിയുടെ ആ ഒരു റേറ്റ്, ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് മെയിൻലി ഡിറ്റർമൈൻഡ് ബൈ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആ കറൻസിക്കുള്ള മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈ ആണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ആരും അടുത്തോളം കാലം ഗവൺമെന്റ്, അതായത് അൺലെസ് ദ ഗവൺമെന്റ് കൺട്രോൾസ് ഇറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടറുകളാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഇതാണ് എൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.